നമസ്കാരം. ഷാജി മാരൂർ ശുഭചിന്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മടിയെ എങ്ങനെ ഇല്ലാതാക്കാം എന്നതിനെക്കുറിച്ചാണ്. നാളെ ആവട്ടെ പിന്നെയാകട്ടെ എന്നിങ്ങനെ കാര്യങ്ങൾ നീട്ടി കൊണ്ടുപോവുക, വായിക്കാനോ പഠിക്കാനോ ഹോംവർക്ക് ചെയ്യാനോ എന്തിന് ചില ഹോബികൾ പോലും താല്പര്യമില്ലാതിരിക്കുക, എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിയാൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതിരിക്കുക, എന്നാൽ മൊബൈൽ ഫോൺ കയ്യിൽ കിട്ടിയാൽ എത്ര നേരം വേണമെങ്കിലും ഗെയിം കളിച്ചോ റീൽസ് കണ്ടോ വീഡിയോ എടുത്തോ സമയം കളയാൻ ഒരു മടിയുമില്ല താനും. മടി മാറ്റാനുള്ള ആദ്യ പടി ഇതാണ്: മടി ഉണ്ട് എന്ന തിരിച്ചറിവ്. ഇങ്ങനെയൊന്നുമല്ല ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് നമ്മളുടെ ഉള്ളിൽ തോന്നിയാൽ പിന്നെ എളുപ്പമായി. മടിയെ മെരുക്കാനുള്ള ചില ജാപ്പനീസ് വഴികൾ നോക്കാം. കേൾക്കാൻ കൗതുകമുള്ള ഈ ജാപ്പനീസ് വാക്കുകളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് കുഞ്ഞു കാര്യങ്ങളാണ്. കുഞ്ഞു ചുവടുവെപ്പുകൾ, അല്ലെങ്കിലും വലിയ കൊടുമുടിയെ കീഴടക്കാനുള്ള യാത്രയാണെങ്കിൽ പോലും ഓരോ ചുവടും അടിവെച്ചാണല്ലോ മുന്നേറേണ്ടത്. കായ്സൻ മെത്തേഡ്. ചെയ്യാനുള്ള കാര്യങ്ങൾ മല പോലെ കൂടിക്കിടക്കുന്നു. ഉള്ള മടി ഇതോർക്കുമ്പോൾ ഒന്നുകൂടി കൂടും. ഒറ്റയടിക്ക് സ്വഭാവവും രീതികളും മാറ്റാനോ അതിൽ ഭേദം ഒന്നും ചെയ്യാതെ ഇങ്ങനെയങ്ങ് പോകുന്നതാ പിന്നെയും മടി. ഇവിടെയാണ് ജപ്പാൻകാരുടെ കായ്സൻ രക്ഷയ്ക്കെത്തുക. കൊച്ചു കൊച്ചു മാറ്റങ്ങൾ, ഒരു സമയത്ത് ഒരു ചുവട് മാത്രം. അങ്ങനെ ഓരോ ടാസ്കും പൂർത്തിയാക്കിയാൽ നമ്മൾ വിജയിച്ചു. ഇന്ന് രാവിലെ 7-നാണ് ഉണർന്നതെങ്കിൽ നാളെ അത് 6:55 ആക്കാൻ വിഷമമില്ലല്ലോ. മറ്റന്നാൾ 6:50, പിന്നെ 6:45, ഒരാഴ്ച 6:45 തുടർന്നിട്ട് വീണ്ടും ഇങ്ങനെ കുറച്ചു കൊണ്ടുവരാം. നിങ്ങൾക്ക് സ്കൂളിൽ കണ്ടിന്യൂസ് ഇവാലുവേഷൻ ഉണ്ടല്ലോ, അതേപോലെ നിരന്തരമായുള്ള തുടർച്ചയായുള്ള മാറ്റം അഥവാ പുരോഗതി, അതാണ് കായ്സൻ പറയുന്നത്. നമ്മുടേതായ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഈ ടൈം ടേബിൾ വീഡിയോ ഗെയിം പോലെ വേണം നടപ്പാക്കാൻ. ആദ്യ 3 ദിവസം പൂർത്തിയാക്കിയാൽ സ്വയം ഒരു സ്റ്റാർ കൊടുക്കണം. ലെവൽ 1 കഴിഞ്ഞിരിക്കുന്നു. 7-ാം ദിവസം പൂർത്തിയാക്കിയാൽ ലെവൽ 2. അങ്ങനെ 21 ദിവസം എത്തിയാലും ഫൈനൽ ലെവൽ. കൃത്യസമയത്ത് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ പിന്നീട് അത് ശീലമായി ഉള്ളിൽ പതിയും. കാര്യം ശരിയാണ്, പക്ഷെ ചെയ്യാനാണ് പ്രയാസം. അതുകൊണ്ടാണ് സിമ്പിളായ ടൈം ടേബിൾ സ്വയം തയ്യാറാക്കണമെന്ന് പറയുന്നത്. നമ്മൾ ഈ ട്രാക്കിൽ ഓടിത്തുടങ്ങാനുള്ള പരിശീലനമാണിത്. ടൈം ടേബിൾ പാലിക്കാൻ മടി നമ്മളെ സമ്മതിക്കില്ല. അപ്പോൾ ഒരു ടാസ്ക് ചെയ്യുന്നത് പോലെ 1 2 3 അപ്പ് എന്ന് പറഞ്ഞ് ചാടി എഴുന്നേൽക്കുക. പെട്ടെന്നുള്ള ചലനം ശരീരത്തിൽ ഒരു ചെറിയ ഊർജം പ്രസരിപ്പിക്കും. എന്നിട്ട് ടൈം ടേബിൾ ആ സമയത്ത് പറഞ്ഞിരിക്കുന്ന കാര്യത്തിലേക്ക് ഉടൻ കടക്കാം. ഓടിച്ചാടി കളിക്കുന്നതും നന്നായി ഉറങ്ങുന്നതും മൊബൈൽ ഉപയോഗം കുറയ്ക്കുന്നതും വീട്ടിലുണ്ടാക്കുന്ന നല്ല ആഹാരം കൃത്യസമയത്ത് കൃത്യ അളവിൽ കഴിക്കുന്നതും എല്ലാം ടൈം ടേബിളിൽ ചേർക്കണം. അല്ലാതെ പഠനം മാത്രമല്ല, നിങ്ങളുടെ വിനോദങ്ങളും വേണം. സ്റ്റെപ്പ് നമ്പർ 2, ഇക്കിഗായി. എന്താണ് നമ്മളുടെ ലക്ഷ്യം എന്ന് കൃത്യമായി മനസ്സിലാക്കുക, അത് സെറ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ കാര്യം. ഇക്കിഗായിൽ സ്കൂളിൽ പോകുമ്പോൾ എന്താണ് നമ്മളുടെ ലക്ഷ്യം? പഠിക്കുക എന്നത് മാത്രം അല്ലല്ലോ. നമ്മുടെ കഴിവിനനുസരിച്ച് പഠിക്കാനായി പരമാവധി പരിശ്രമിക്കുക. സ്നേഹവും നന്മയും ഉള്ള നല്ല മനുഷ്യരാകുക, നല്ല സ്വഭാവമുള്ളവരാകുക. അങ്ങനെ ലക്ഷ്യങ്ങൾ പലതുണ്ടാകും അല്ലേ? ചിലർക്ക് വലുതാകുമ്പോൾ ആരാകണം എന്താകണം എന്ന് ജോലിയുമായി ബന്ധപ്പെട്ട് ലക്ഷ്യമുണ്ടാകും. സ്പോർട്സിൽ മികവ് കാട്ടണം, അഭിനയിക്കണം, കലാരംഗത്ത് ഉയരണം, മികച്ച കർഷകരാകണം, സ്വന്തമായി ബിസിനസ് തുടങ്ങണം, അമ്മയെയും അച്ഛനെയും സഹായിക്കണം, എഴുത്തിൽ വളരണം, കളിപ്പാട്ടം വിൽക്കുന്ന ഒരാളാകണം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സ്വപ്നങ്ങൾ. ചെസ് താരം ഗുകേഷിന്റെ ലക്ഷ്യം ലോക ചെസ് ചാമ്പ്യൻ ആകുക എന്നായിരുന്നല്ലോ. സ്വപ്നമെന്തുമാകട്ടെ,
നല്ല ഒരു സ്വപ്നം ഉണ്ടാകുക എന്നതാണ് മുഖ്യം. സ്വപ്നം എന്താ? മടി മാറ്റുമോ? മാറ്റും. നമുക്ക് എന്താണ് വേണ്ടത് എന്ന് ഉള്ളിൽ തെളിഞ്ഞാൽ അതിലേക്ക് യാത്ര ചെയ്യാൻ നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ തോന്നിക്കൊണ്ടിരിക്കും. എന്തിനാണ് സ്കൂളിൽ പോകുന്നത്? എന്തിനാണ് പഠിക്കുന്നത്? എന്തിനാണ് ഓരോ ദിവസവും നമ്മുടെ മുന്നിൽ കടന്നു വരുന്നത്? അങ്ങനെയൊക്കെ ചുമ്മാ അങ്ങ് പോണം എന്നാണ് ചിന്തയെങ്കിലോ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ തോന്നുമോ? ഇക്കിഗായിക്ക് കൂടുതൽ അർത്ഥങ്ങളുണ്ട്. പക്ഷെ നമ്മൾ കുട്ടികൾക്ക് ഇപ്പോൾ അതിൻ്റെ ചെറിയൊരു വെളിച്ചം മതിയാകും മുന്നോട്ട് പോകാൻ. വളരുമ്പോൾ ഇക്കിഗായിയുടെ കൂടുതൽ ചിന്തകളിലേക്ക് ചേക്കേറാം. താങ്ക് യു, ഷാജി മാരു.